ഞാൻ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ആരോഗ്യപരമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. തീർച്ചയായിട്ടും നമ്മളൊരു ദിവസം ഒരു വണ്ടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡീസലോ പെട്രോളോ അടിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അന്ന് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റക്കായി പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതമായ വാഹനം ഓടിക്കണമെങ്കിൽ നമ്മൾക്ക് ഒരു ശക്തമായിട്ടുള്ള ഏറ്റവും എനർജി നമുക്ക് വേണ്ട പല കാര്യങ്ങളും സപ്ലൈ ചെയ്ത അല്ലേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഒരു എനർജറ്റിക് ആയിട്ടുള്ള നമുക്ക് ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ മൊത്തം ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് അനാവശ്യമായി ഭക്ഷണം കഴിക്കുന്നത് തടയാനും സഹായിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിയമങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമുക്ക് മധുരമൂറും വിഭവങ്ങളല്ല ലഭിക്കേണ്ടത്. മധുരം കുറഞ്ഞ ഷുഗർ കുറഞ്ഞതും എന്നാൽ ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഭക്ഷണമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ഒരു അവക്കാഡോ എന്ന് പറഞ്ഞ ഫ്രൂട്ട് അറിയില്ല, അതിൻ്റെ ഒരു ടോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. എഗ്ഗ് നല്ല പ്രോട്ടീൻ നൽകുന്ന സാധനമാണ് അല്ലേ, അത് കഴിക്കാം. മധുരം കുറഞ്ഞ ഞാൻ രാവിലെ ഒന്നും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരിക്കലും കോഫിയിൽ മധുരം ഇടാറില്ല, മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് എപ്പോഴും നമുക്ക് അനുയോജ്യം. നട്ട്സ്, സീഡ്സ്, അവക്കാഡോ ഇതിൽ നിന്നൊക്കെയുള്ള കുറച്ച് എന്താ പറയുക അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമുക്ക് രാവിലെ തന്നെ അങ്ങോട്ട് എത്തുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും നമ്മുടെ എനർജിയും ഒക്കെ സംരക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു നല്ല സോഴ്സാണ്. അത് നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും, ചീത്തത് കുറയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ശരീരത്തിന് അപകടമായിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അല്ലെങ്കിൽ നന്നായിട്ട് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ നോ പറയാണ് വേണ്ടത്. ഓക്കെ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ലഭിച്ചിരിക്കേണ്ടത് നാരടങ്ങിയ ഭക്ഷണങ്ങളാണ്. അതെന്താ ചെയ്യാന്ന് പറയുക, അത് നമുക്ക് നമ്മളെ ഡൈജഷൻ നന്നാക്കാനും നമ്മളൊരു വൈകിട്ട് വരെ നമ്മളെ വയറ് ഫില്ലായി നിർത്താനും സഹായിക്കുന്നതാണ്. ഹോൾ ഗ്രെയിൻസ്, മുഴുധാന്യങ്ങൾ, ഹോൾ ഗ്രെയിൻ ബ്രെഡ് തുടങ്ങിയവയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഓട്സ്, ചിയാ സീഡ്സ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. 5 ഗ്രാം നാരാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസിനെ ബിൽഡ് ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ മസിലുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തു ഏതാണ്? പ്രോട്ടീനാണ്. ഒരു 5 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ. ഇപ്പോൾ ഗ്രീക്ക് യോഗട്ട്, എഗ്ഗ് ഇതിലൂടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നമുക്ക് ലഭ്യമാവും. പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്ത ഒന്നായിരിക്കണം. നമുക്ക് ആവശ്യമുള്ള മൾട്ടി വൈറ്റമിൻസ്, മിനറൽസ്, നമുക്ക് ആവശ്യമുള്ള അതുപോലത്തെ മൈക്രോ ന്യൂട്രിയൻസൊക്കെ ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ സസ്യങ്ങളിലൂടെ നമുക്ക് വേണ്ട ഫൈറ്റോ കെമിക്കൽസും ഇതിൽ ലഭിക്കണം. അത് നമ്മുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ഇമ്പോർട്ടൻ്റാണ്. തീർച്ചയായിട്ടും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് മീൽ പ്ലാനുകളുണ്ട്. അത് ഞങ്ങൾക്ക് മറ്റൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ബൈ.